ഹായ് ഓൾ. നമ്മുടെ നാട്ടിൽ ചൂട് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായി കിഡ്നിക്കകത്ത് കൂടുതൽ കട്ടിയുള്ള മൂത്രം പോകുന്നതിന് അത് കാരണമാവുന്നു. ഇങ്ങനെ നിരന്തരം കട്ടിയുള്ള മൂത്രം പോകുമ്പോൾ കിഡ്നിയിൽ കല്ല് രൂപപ്പെടുന്നതിന് അത് കാരണമാവുന്നു. മൂത്രത്തിൽ കല്ല് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ്. ഇനി നമുക്ക് ഈ മൂത്രക്കല്ല് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. കല്ല് രൂപപ്പെടുന്നതിന് പ്രധാന കാരണം നമ്മുടെ കിഡ്നിയിലെ പല കോശങ്ങളും ഒരു നിശ്ചിത കാലയളവിൽ പൊളിഞ്ഞു വരികയും ഈ പൊളിഞ്ഞു വരുന്ന കോശങ്ങൾ കിഡ്നിക്കകത്ത് തന്നെ അടിഞ്ഞുകൂടുകയും ഈ അടിഞ്ഞു കൂടിയ കോശങ്ങളുടെ മുകളിലൂടെ കട്ടിയുള്ള മൂത്രം അതുപോലെ തന്നെ കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയ മൂത്രത്തിൻ്റെ അളവ് കൂടുതലായിട്ട് പോകുന്ന സമയത്ത് ഈ അടിഞ്ഞു കൂടിയ കോശങ്ങളുടെ മേലിൽ അവ വന്നു ചേരുകയും അങ്ങനെ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നു. ഈ ക്രിസ്റ്റലുകൾ വലുതായി വലിയ കല്ലുകളായി രൂപപ്പെടും. ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കല്ലുകളാണ് നമ്മുടെ കിഡ്നിക്കകത്ത് രൂപപ്പെടുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള കല്ലുകളാണ് രൂപപ്പെടുന്നത്. ഒന്നാമത്തത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഓർ മൾബറി സ്റ്റോൺ എന്നുള്ളതാണ്. 80% ആളുകളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് കല്ലാണ്. ഇതിൻ്റെ കല്ലിൻ്റെ അഗ്രങ്ങൾ വളരെ കൂർത്തതാണ്. ഈ കൂർത്ത കല്ലുകൾ കിഡ്നിക്കകത്തും അതുപോലെ തന്നെ ട്യൂബിലും വിവിധ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ഇത്തരം മുറിവുകൾ കിഡ്നിക്കകത്ത് രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ രക്തസ്രാവം ഉണ്ടാവുകയും അവ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിൽ മിക്സ് ചെയ്ത് രക്തം കലർന്ന മൂത്രം വരുന്നതിന് കാരണമാവുന്നു. രണ്ടാമത്തെ കല്ല് ഫോസ്ഫേറ്റ് കല്ലുകളാണ് രൂപപ്പെടുന്നത്. ഫോസ്ഫേറ്റ് കല്ലുകളുടെ അഗ്രങ്ങൾ വളരെ മിനുസമുള്ളതാണ്. മിനുസമുള്ള കല്ലായതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ രൂപപ്പെടുന്ന സമയത്ത് കാര്യമായ ലക്ഷണങ്ങളൊന്നും നമ്മുടെ കിഡ്നിക്കകത്ത് ഉണ്ടാക്കാറില്ല. അത് കൂടുതൽ അടിഞ്ഞുകൂടി കല്ല് വലുതാവുകയും അങ്ങനെ കിഡ്നിക്കകത്ത് ബ്ലോക്ക് വരുന്ന സമയത്താണ് പ്രധാനമായിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത്. മൂന്നാമത്തെ കല്ല് യൂറിക് ആസിഡ് സ്റ്റോണുകളാണ് പ്രധാനമായിട്ട് കാണാറ്. യൂറിക് ആസിഡ് പേഷ്യൻസിലും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലുമാണ് കണ്ടുവരുന്നത്. നാലാമത്തത് സിസ്റ്റീൻ കല്ലുകളാണ്. അവ വളരെ അപൂർവമായി മാത്രമാണ് നമ്മുടെ കിഡ്നിക്കകത്ത് കണ്ടുവരുന്നത്. ഇനി നമുക്ക് കിഡ്നിയുടെ കല്ലിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കിഡ്നിയുടെ കല്ലിന് അതിശക്തമായ വേദനയാണ് വളരെ പ്രധാനപ്പെട്ട ലക്ഷണം. ആ വേദന നമുക്ക് പുറം വശത്ത് നിന്ന് ഇരുവശങ്ങളിലൂടെ മുൻഭാഗത്തേക്ക് വരികയും അടിവയറ്റിൽ നിന്ന് ആണുങ്ങളിൽ വൃഷ്ണസഞ്ചിയുടെ ഭാഗത്തേക്കും ഗുഹ്യഭാഗത്തേക്കും വ്യാപിക്കുന്ന തരത്തിലുള്ള കഠിനമായ വേദനയാണ് ഉണ്ടാവുക. ഈ കല്ലുകൾ കിഡ്നിക്കകത്തോ ട്യൂബിലോ ബ്ലോക്ക് ആവുന്ന സമയത്ത് പേഷ്യൻറ്റിന് അതിശക്തമായ വേദന അനുഭവപ്പെടുകയും കൂടാതെ അതിനോടനുബന്ധിച്ച് ഓക്കാനം, ഛർദി, വിയർപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കിഡ്നി കല്ലിൻ്റെ ടെസ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മൂത്രപരിശോധനയാണ് നടത്തുക. മൂത്രപരിശോധന നടത്തുന്ന സമയത്ത് അതിൽ രക്തത്തിൻ്റെ അംശം അല്ലെങ്കിൽ RBCയുടെ എമൗണ്ടാണ് കാണിക്കാറ്. രണ്ടാമത് കിഡ്നിയുടെ എക്സ്റേ എടുക്കുന്നതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് കല്ലിൻ്റെ വലുപ്പവും കല്ലിൻ്റെ പൊസിഷനും എവിടെയാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് മൂത്രക്കല്ല് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒന്നാമത് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ആളുകൾക്കും 2 മണിക്കൂർ ഇടവിട്ട് ടോയ്ലറ്റിൽ പോകത്തക്ക രീതിയിൽ വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റിന് ആനുപാതികമായിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. ഓരോ 25 കിലോഗ്രാമിനും ഓരോ ലിറ്റർ എന്ന രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം. അഥവാ 50 കിലോഗ്രാം ഉള്ള ഒരാൾ 2 ലിറ്റർ വെള്ളവും 75 കിലോഗ്രാം ഉള്ള ഒരാൾ 3 ലിറ്റർ വെള്ളവും കുടിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് നാരങ്ങ വെള്ളം നന്നായിട്ട് കുടിക്കുക. നാരങ്ങ വെള്ളത്തിലുള്ള സിട്രേറ്റ് നമ്മുടെ മൂത്രം സുഗമമായി പോകുന്നതിനും അതുപോലെ കിഡ്നിയിൽ അടിഞ്ഞുകൂടിയ പല കോശങ്ങളും അതുപോലെ തന്നെ കല്ലിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പുറന്തള്ളുന്നതിന് അത് സഹായിക്കാറുണ്ട്. മൂന്നാമത് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം വരുത്തുന്ന ചായ, കോഫി, ആൽക്കഹോൾ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെ എല്ലാം അളവ് നമ്മൾ പരമാവധി കുറക്കുക. ഇനി നമുക്ക് കിഡ്നിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഉപ്പിൻ്റെ അളവ് നമ്മൾ ഒരാൾക്ക് 5 ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപ്പ് കഴിക്കേണ്ടത്. കൂടാതെ ഇറച്ചി, മീൻ, മുട്ട എന്നിവയുടെ അളവ് പരമാവധി കുറക്കുക. അടുത്തത് മൂത്രത്തിൽ കല്ല് വരുന്ന ആളുകൾക്ക് കുടിക്കാവുന്ന പാനീയങ്ങൾ. ഒന്ന് ആപ്പിൾ സിഡർ വിനെഗർ, അനാർ ജ്യൂസ്, അതുപോലെ തന്നെ ഇളനീർ ജ്യൂസ്, നാരങ്ങ വെള്ളം എന്നിവ നന്നായിട്ട് കുടിക്കുക. ഇത് കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നതിനും മൂത്രം ക്ലിയറായി പോകുന്നതിനും ഇത് സഹായിക്കുന്നു.
ഇനി നമുക്ക് മൂത്രക്കല്ലിൻ്റെ ചികിത്സ എന്തൊക്കെയെന്ന് നോക്കാം. മൂത്രത്തിൽ കല്ലിനെ ചികിത്സിക്കുന്ന സമയത്ത് കല്ലിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ കല്ലിൻ്റെ സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ച് നമ്മുടെ ഡോക്ടർ നമുക്ക് സർജറി നിർദ്ദേശിക്കേണ്ട കല്ലുകൾക്ക് സർജറിയും അല്ലാത്തവ നമുക്ക് ചികിത്സയിലൂടെയും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. സർജറി ഇല്ലാതെ പുറത്തെടുക്കാൻ പറ്റുന്ന 15 mm താഴെയുള്ള കല്ലുകൾ നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതിലൂടെ നമുക്ക് അത് പൂർണ്ണമായും ഭേദപ്പെടുത്തി കല്ല് പുറത്തെടുക്കാൻ സാധിക്കാറുണ്ട്. മൂത്രക്കല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.